friends, welcome back to my channel Arise World. ഇന്ന് ഞാൻ ഇവിടെ ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എഡിഷൻ ഡയറി മിൽക്ക് സിൽക്ക് ഹാർട്ട് പോപ്പിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ കൂടെ ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട്. എങ്കിൽ വീഡിയോയിലോട്ട് പോവാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഡയറി മിൽക്ക് സിൽക്ക് ഹാർട്ട് പോപ്പ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ചോക്ലേറ്റ്. ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് നല്ല കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടാണ്. ഈ ചോക്ലേറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഇതിൽ അവർ നമുക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേര് അതിൽ എഴുതിയിട്ട് ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് ഇവിടെ എഴുതുന്നത്, അറൈസ് വേൾഡ്. $250 ഗ്രാമിൻ്റെ ഈ ചോക്ലേറ്റിന് 300 റുപ്പീസാണ് വരുന്നത്. ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഇവിടെ ഒരു സ്പേസ് അവർ തരുന്നുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസോ ഇല്ല എന്തെങ്കിലും ലെറ്റേഴ്സോ നമുക്ക് വെക്കാം. അതിനുശേഷം ഇവിടെ ഇന്നൊരു ഓപ്പണിംഗ് കൂടെ ഉണ്ട്. സോ അതുകൂടി ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്. വാവ്, ഇത് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടാണ് അവരിവിടെ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നൈസ്. ഇതിൽ ടോട്ടൽ 36 ക്യൂബ്സ് ഉണ്ട്. കൂടാതെ തന്നെ ഒരു സ്പെഷ്യൽ ബിഗ് ബ്യൂട്ടിഫുൾ ഹാർട്ട് ഉണ്ട്. ഞാൻ ഈ ഹാർട്ടിനെ ഇപ്പോൾ പോപ്പപ്പ് ചെയ്തെടുത്തു. ഇനി ഈ ഹാർട്ട് ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിൽ ഡെക്കറേറ്റീവ് ആയിട്ട് വയ്ക്കാൻ പോവുകയാണ്. അതുകൂടാതെ തന്നെ ഈ ചോക്ലേറ്റിൻ്റെ ഒരു 4 ക്യൂബ്സ് ഞാൻ എൻ്റെ മിൽക്ക് ഷേക്കിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മിൽക്ക് ഷേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ജാറിൽ കൊക്കോ പൗഡർ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഒരു ഗ്ലാസ് തണുപ്പിച്ച പാലാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ പാല് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്ത ശേഷം യൂസ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ്സ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ തണുപ്പിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഡയറി മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡയറി മിൽക്ക് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സിയിലിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഈ ഷേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഷേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വാനില ഐസ്ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ഡെക്കറേഷൻ കിട്ടുമെന്ന് മാത്രം. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് കൊക്കോ പൗഡറും അതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഹാർട്ട് പോപ്പപ്പിൻ്റെ ഞാൻ ഈ ഷേക്കിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഷേക്ക് തയ്യാറാക്കാൻ. ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് ഇവിടെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.